വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇപ്പൊ ഖാലിസ്ഥാൻ അവർക്ക് ശക്തിയുള്ള ചില രാജ്യങ്ങളുണ്ട്. കാനഡയുണ്ട്, ബ്രിട്ടനുണ്ട്, പിന്നെ ഓസ്ട്രേലിയ ഉണ്ട്, പിന്നെ അമേരിക്ക വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെയൊക്കെ ഖലിസ്ഥാൻവാദികൾ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും എന്തിനു പറയുന്നു, നമ്മുടെ ജയശങ്കർ പോലും ആ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ജയശങ്കറിന്റെ വണ്ടിക്ക് മുമ്പിൽ ചാടി വീഴുന്ന ഇന്ത്യൻ പതാക വലിച്ചു കീറുന്ന ഒരു ദൃശ്യമൊക്കെ ഈ ഇടയ്ക്ക് പുറത്തു വന്നതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ബ്രിട്ടനിലായിരുന്നു അത് നടന്നത്. ബ്രിട്ടനെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം കടന്ന് ഇന്ത്യയുടെ ഹൈക്കമ്മീഷനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ഇവർ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എക്സാക്ട്ലി ഒരു അറ്റാക്ക് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ക്രൊയേഷ്യയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ ക്രൊയേഷ്യയിൽ താരതമ്യേന ഇവർക്ക് ശക്തിയില്ലാത്ത സ്ഥലമാണെങ്കിലും ഇന്ത്യ മനസ്സിലാക്കുന്നത് ഇവരുടെ ആ ഒരു ശൃംഖല മറ്റ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കുകയാണ് എന്നാണ് ഇന്ത്യ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പോരാത്തതിന് ഇന്ത്യ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഖലിസ്ഥാനി ഭീകരർ റിപ്പബ്ലിക് ദിവസത്തിന് മുമ്പ്, നമ്മുടെ 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്, റിപ്പബ്ലിക് ഡേക്ക് മുൻപോ അന്നോ രാജ്യത്ത് വലിയ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അതിന് അവർ കോപ്പ് കൂട്ടുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പൊ പറയുന്നുണ്ട്. ജനുവരി 26 ആകുമ്പോഴേക്കും വളരെ വലിയ ആശങ്കയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യം എന്തൊക്കെ തയ്യാറെടുപ്പാണ് ഇവരെ നേരിടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കാണേണ്ട ഒരു വാർത്തയല്ല. കാരണം ഡൽഹിയുടെ ഒത്ത നടുക്ക്, പാർലമെന്റിന്റെ കുറച്ച് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പേ. അത് വലിയ കോളവൾക്കം സൃഷ്ടിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഇത് ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേക്ക് അനുബന്ധിച്ച് സ്ഫോടനങ്ങൾക്ക് വലിയ സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. കാരണം ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് കടന്നു കയറുന്ന ഭീകരവാദികളാണെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഈ അൽ ഖ്വയ്ദയുടെ മറ്റും ഭീകരരെ ബംഗ്ലാദേശിന്റെ അതിർത്തി വഴി കടന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് വിട്ടുകഴിഞ്ഞിരിക്കുന്നു ഈ ഭീകരർ. ഇവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും മറ്റുമുണ്ട്. അതായത് അവർ ഈ മിക്കവാറും ഒക്കെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മറ്റുമൊക്കെ ആയിരിക്കാം ലക്ഷ്യം വെക്കുന്നത്. ഇത്തവണ ഇവരോടൊപ്പം തന്നെ ഖലിസ്ഥാനികൾ, അതായത് ഹിമാചൽ പ്രദേശ്, ഡൽഹി, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ ഇടങ്ങളിൽ ഈ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് കരിങ്കൊടി ഉയർത്തുക, ബാനറുകൾ, ഇന്ത്യ വിരുദ്ധ ബാനറുകൾ ഉയർത്തുക, അതുപോലെ തന്നെ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാമെന്ന് ആ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ്. അതോടൊപ്പം തന്നെ അംബേദ്കറിന്റെ പ്രതിമകൾ തകർക്കാനുള്ള ശ്രമം ഉണ്ടായേക്കാം. കാരണം ഭരണഘടനാ ശില്പിയാണ്, അദ്ദേഹത്തിന്റെ പ്രതിമകൾ തകർക്കാനുള്ള ശ്രമം ഉണ്ടായേക്കാം എന്നാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയ വിഷയം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി വളരെ സൂക്ഷ്മമായിട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഒരു ചെറിയ തീപ്പൊരിക്ക് സാധ്യത ഉണ്ടെങ്കിൽ അടി നടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ആ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ക്രിക്കറ്റ് ടീം ഇന്ത്യയിലേക്ക് ലോകകപ്പ് കളിക്കാൻ വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശ് എടുത്ത ഏറ്റവും മോശം തീരുമാനങ്ങൾ ഒന്നായിരിക്കാം. കാരണം നമ്മളും പാകിസ്ഥാനും തമ്മിൽ ജനിച്ച കാലം മുതലേ ശത്രുക്കളാണ്. പക്ഷെ പാകിസ്ഥാൻ അനവധി വട്ടം ഇന്ത്യ കളിക്കാൻ വന്നിട്ടുണ്ട് ലോകകപ്പൊക്കെ. അവർ വന്നില്ലേ? എത്രയോ വട്ടം അവർ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് ഇവരുമായിട്ട് നമുക്ക് അങ്ങനെയുള്ള തർക്കങ്ങളൊന്നുമില്ല. ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നിപ്പാണ്. ഇവർക്കെതിരെ പ്രതിഷേധം ഉണ്ടായില്ല. എതിരെയുള്ള ചില പ്രതിഷേധങ്ങൾ വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും മറ്റും അരങ്ങേറുകയുണ്ടായി. അത് സ്വാഭാവികമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ നടക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലും കൊൽക്കത്തയിലും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ വരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത്, എന്റെ തോന്നലുകളാണത്, എനിക്ക് തോന്നുന്നത് ഇനി ഈ ഇവന്മാരെ ഇവിടെ കാണും വല്ല സ്ഫോടനവും കാണിച്ച് നടത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദവന്മാരെ വല്ല ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് മുൻകൂർ ജാമ്യം എടുത്ത് വരാതിരിക്കുന്നതാണോ എന്നുള്ളതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. കാരണം അങ്ങനെ ആകാൻ ചിലപ്പോൾ. കാരണം ഇവര് വരാതിരുന്നു കഴിഞ്ഞാൽ ധനുഷ വലിയ നഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ഇനി ഇവർക്ക് ലോകകപ്പിലേ കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ലോക ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യയുടെ കയ്യിലാണ് ലോക ക്രിക്കറ്റ് ഇരിക്കുന്നത്. ഫണ്ട് കൊടുക്കുന്നതായാലും ഇന്ത്യ കളിച്ചില്ലെങ്കിൽ കളി തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഷാർജ ഇല്ലെ UAE ഒരു സ്പേസിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ലാഭമാണത്. അതുകൊണ്ട് ഈ ബാക്കിൽ കിടക്കുകയാണെങ്കിൽ പോലും, പാകിസ്ഥാൻ ബാക്കിൽ കിടക്കുകയാണെങ്കിലോ ഇല്ല ഇന്ത്യ ബാക്കിൽ കിടക്കുകയാണെങ്കിലോ പോലും ഇവരെങ്ങനെങ്കിലുമൊക്കെ പോയിന്റ് ഒപ്പിച്ച് കൊണ്ടുവന്ന് രണ്ടുപേരെയും തമ്മിൽ സെമിയിലോ ഇല്ലെങ്കിൽ ഫൈനലിലോ കൊണ്ടുവരും. എന്നാൽ മാത്രമേ അവർക്ക് കളക്ഷൻ കിട്ടൂ. ഇപ്പം ഇന്ത്യ ആണ് തീരുമാനിക്കുന്നതെല്ലാം. കാരണം ഇന്ത്യ കളിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ
വെറുതെ ഒരു കളി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ലാഭമൊന്നും ഉണ്ടാകില്ല. അത് മാത്രമല്ല, ഇതിപ്പോ ഈ ബംഗ്ലാദേശ് ഇങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ട് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഈ കളിക്കാർക്ക്. അവർക്ക് ഈ സ്വകാര്യമായി കിട്ടേണ്ട കോടികൾ കണക്കിന് ഡോളറുണ്ട്. ഈ ഓരോ കളിക്കാർക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ അലവൻസും ഒക്കെ ഉണ്ടല്ലോ, കോടികൾ കൊടുക്കുന്നുണ്ട്. അത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡ് കൊടുക്കുന്നതും ഈ മറ്റുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ IPL-ലും ഒക്കെ ഇവർക്കൊക്കെ പങ്കെടുക്കാനും ഒക്കെ കഴിയുന്ന ഒന്നുണ്ട്. അവിടുത്തെ ഒരു താരത്തെ ആണല്ലോ ഇപ്പം നമ്മുടെ ഷാരൂഖ് ഖാൻ സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞ് പൂകലൊക്കെ ഉണ്ടായത്. അപ്പൊ പാവപ്പെട്ട കളിക്കാർക്ക് എഴുതണം. പിന്നെ സ്പോർട്സ്മാൻ എന്ന രീതിയിൽ ഒരു രാജ്യവും വിട്ടു നിൽക്കരുത്. ഇപ്പൊ നാളെ ലോകകപ്പ് ഫുട്ബോൾ കളിക്കാൻ ബ്രസീൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഒരു വലിയ വിഭാഗം ലോകത്തുള്ള ആരാധകർക്ക് പിന്നെ ആ ലോകകപ്പിനോട് ഇൻട്രസ്റ്റേ തോന്നില്ല. അവർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകില്ല, വരുമാനം ഉണ്ടാകില്ല, TV പോലും എത്ര പേര് കാണുമെന്ന് അറിയില്ല. കാരണം നമുക്ക് എന്ന് പറഞ്ഞാണ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ അതിന് പകരം ഇപ്പൊ നമ്മൾ സ്കോട്ട്ലൻഡിന് വേറെ ഏതോ നമ്മളല്ല, ക്രിക്കറ്റ് ബോർഡ് ഇപ്പൊ സ്കോട്ട്ലൻഡിനെ മറ്റോ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാണല്ലോ ധനുഷേ, ആ ബംഗ്ലാദേശിന്റെ ക്രിക്കറ്റ് ടീമിനെ ഉണ്ടാക്കിയതാരാ? ഇന്ത്യയാണ്. ഡാൽമിയാണ് അവർക്ക് ഫണ്ട് ചെയ്തിട്ട് ഇവർക്ക് ടീം ഉണ്ടാക്കി കൊടുത്തത്. ആ രാജ്യം ഉണ്ടാക്കി കൊടുത്തത് തന്നെ നമ്മളാണ്. ഇവർക്ക് പിന്നെ ക്രിക്കറ്റ് കളി ടീമിനെ ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ്. അതായത് ഇവരുടെ ഉപ്പുചിരട്ട മുതല് ഇവരിന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയും ഇന്ത്യക്കാരനുമാണ്. ദാൽമിയായിരുന്നു ഇവരുടെ മുഴുവൻ സ്പോൺസറായിട്ട് നിന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നൊരു ടീമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് ടീം. അവര് പിന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ കൂടി തീർന്നു. ഇപ്പൊ അവർ വീണ്ടും വിളിക്കുന്നുണ്ട് ഇന്ത്യയെ കുറിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾ വരണം, കോച്ചിങ് തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതായത് ഇവര് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നന്ദികേട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു വലിയ ആക്രമണം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിലാണോ ഇവർ വരാത്തതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതവിടെ നിൽക്കട്ടെ, ഇത് നമ്മുടെ ഒരു സംശയം മാത്രമാണ്, നമ്മളത് പറയുന്നത് ശരിയുമല്ല. ഏതായാലും ഇന്ത്യയിൽ കനത്ത ജാഗ്രത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കരിങ്കൊടികൾ ഉയർത്തുക, ഒപ്പം തന്നെ ബാനറുകൾ, രാജ്യവിരുദ്ധ ബാനറുകൾ വെക്കുക, ഒപ്പം തന്നെ അംബേദ്കറുടെ പ്രതിമ തകർക്കുക, റെയിൽവേ ട്രാക്കുകൾ തകർക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം. വടക്കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ടായെന്നൊരു സംശയം നിലനിൽക്കുന്നു. ജമ്മു കാശ്മീരിൽ 35ഓളം വിദേശ ഭീകരരുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആളുകൾ കരുതും ഇത്രത്തോളം ഭീകരരുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താണ് അവരെ കൈകാര്യം ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരാരും ഒന്ന് നേരെ നിൽക്കുകയല്ലോ. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും നടക്കുക. കാശ്മീർ എന്ന് പറയുന്നത് പറഞ്ഞത് ഈ തിരുവനന്തപുരം കണക്കോ കൊല്ലം കണക്കോ കിടക്കുന്ന ഒരു പ്രദേശമല്ല. നമ്മളെപ്പോഴും നമ്മുടെ പ്രദേശവുമായിട്ടാണ് മറ്റു പ്രദേശങ്ങൾ താരതമ്യം ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേണം നമുക്ക് തിരുവനന്തപുരം കാണുക. അതുപോലെ നിരപ്പായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം. അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ തൊട്ടപ്പുറത്ത് വീട് കാണാൻ പ്രയാസമുള്ള ഒരുപാട് മലനിരകളും ഗിരിനിരകളുമുള്ള പ്രദേശങ്ങൾ അനവധിയുണ്ട്. അപ്പൊ ഭൂപ്രകൃതിയെ കുറിച്ച് അറിയാതെ, ഇല്ലെങ്കിൽ അവിടുത്തെ ടെറൈൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഭീകരവാദികളെ ഒതുക്കാത്തത് സൈന്യം അവരെ വെറുതെ വിടുന്നത് കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം 12,000 അടി ഉയരത്തിലുള്ള ഒരു ബങ്കറാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് എന്ന് പറയുമ്പോൾ ഈ ഭീകരവാദികൾ ഈ പൊത്തിലൊക്കെ എവിടൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതിന്റെ ആ റിസ്ക് പലപ്പോഴും ഈ ഇടതൂർന്ന ഈ ചെങ്കുത്തായ മലനിരകളുണ്ട്, ഇതിന്റെ ഇടയിലുള്ള ചില ബങ്കറുകളാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബോംബിംഗ് നടത്താൻ പാടില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. വ്യോമസേന വെച്ചിട്ട് ബോംബിംഗ് നടത്താൻ പറ്റില്ല. കാരണം ഈ വനത്തിനുള്ളിൽ അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളും ആദിവാസികളും താമസിക്കുന്ന ഇടങ്ങളുണ്ട്. ഇവർക്ക് കൂടി അത് ഹാനികരം. ഇവരുടെ ഇടയിലേക്ക് ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തി പലതും സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങൾ ഇവന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു റിസ്ക് ഫാക്ടർ. ഇപ്പൊ ഒരു കോളനിക്കകത്ത് ഒരു ഭീകരനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പിന്നെ പോലീസ് സംവിധാനങ്ങൾക്ക് പോകാൻ കഴിയുമോ? ചാനലിൽ കൂടെ വാർത്ത കൊടുത്ത് ചാനലുകാരൻ ക്യാമറ വെച്ച് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുന്നു, കാണുന്നു, അത് നടക്കില്ല. വളരെ തന്ത്രപൂർവ്വമായി അതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ അത്രയും ജനത്തിനെ കൂടെ നമ്മൾ ഒന്ന് മയപ്പെടുത്തി എടുത്തതിന് ശേഷമൊക്കെ കയറുക, അവരെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെ ഫയറിംഗ് നടന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ നന്നായിട്ട് അറിയണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജമ്മു കാശ്മീരിൽ നിന്നും മറ്റുമൊക്കെ ലീവിന് വരുന്ന നമ്മുടെ പട്ടാളക്കാരായ സുഹൃത്തുക്കളുണ്ടാകും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും. അവരവിടെ ഫേസ് ചെയ്യുന്ന കുറെ റിസ്കുകളുണ്ട് ഇവന്മാരെയൊക്കെ പിടിക്കാനും തീർക്കാനും ഒക്കെ വേണ്ടി. അത് അവരോട് ചോദിച്ചാൽ അവർ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരും ഇത് എന്താണ് അന്ന്. അപ്പോഴേ നമുക്ക് അവിടുത്തെ ആ ഒരു ടെറൈനെ കുറിച്ചും ഇവരെങ്ങനെയാ പോകുന്നതിനെ കുറിച്ചും ഒക്കെ. ഇത് കാശ്മീരിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കാശ്മീരിന്റെ വിഷയമല്ല അത്, ഹിമാചൽ പ്രദേശ്. കാരണം ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ പന്നു എന്ന് പറയുന്ന ഗുരുബിന്ദർ സിംഗ് പന്നു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കീഴില് ഹിമാചൽ പ്രദേശിൽ ഇതിനു മുമ്പ് പ്രശ്നം ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്, കരിങ്കൊടി ഉയർത്താനും. അതുപോലെ ഹിമാചൽ പ്രദേശിന്റെ മലകളിലൊക്കെ ഈ ഖാലിസ്ഥാൻ പതാകകളും മറ്റും വെക്കുക. കാരണം ഇവരുടെ ഗ്രേറ്റർ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് ഇവരുടെ ലക്ഷ്യം. ആ ഗ്രേറ്റർ പഞ്ചാബ് വരുന്ന പ്രദേശങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ
ഹിമാചൽ പ്രദേശ് പൂർണ്ണമായിട്ട് വരും അതിൽ. ഹിമാചല്, പഞ്ചാബ് പണ്ട് അവിടെ അവരുടെ രാജവംശമായിരുന്നു എന്നാണ് പറയുന്നത് പണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, കാശ്മീരിന്റെ കുറെ ഭാഗങ്ങള്, ഹരിയാനയുടെ കുറെ ഭാഗങ്ങള്, ഡൽഹിയുടെ കുറെ ഭാഗങ്ങൾ, ഇത്രയും ചേർന്നിട്ടുള്ളതാണ് അവരുടെ ഗ്രേറ്റർ പഞ്ചാബ് കൺട്രി എന്ന് പറയുന്നത്. ഇത് നടക്കാൻ പോകുന്നൊരു കേസൊന്നും അല്ല. എങ്കിൽ പോലും ഇത് വെച്ചിട്ടാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. മുൻപ് ഇവരെല്ലാം സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് അല്ല, ഒറ്റ ഒരു സ്ഥലത്തുനിന്ന് നിയന്ത്രിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ. എന്തായാലും ഈ റിപ്പബ്ലിക് ഡേക്ക് വലിയൊരു ഭാഗ്യം നമുക്കുണ്ടായത് എന്താന്ന് വെച്ചാൽ നക്സലുകളുടെ ശല്യം വല്ലാതെ അങ്ങ് കുറഞ്ഞു. ഏതാണ്ട് 94% നക്സലിസം ഇന്ത്യ. ഒരു തലവൻ കൂടെ ഉള്ളൂ, ഒരുത്തം കൂടെ ഉള്ളൂ. 94% ഇന്ത്യൻ നക്സലിസം ഒതുങ്ങി. ഇല്ലെങ്കിൽ അവന്മാരൂടെ കയറി ഇതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ. പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പൊ അകത്ത് കിടക്കുന്നുണ്ട്. അവന്മാർ കാര്യം കൂടി പ്രകടനത്തിനൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ചുടാപ്പികളൊക്കെ ഇപ്പൊ മാന്യമായ രീതിയിലുള്ള ഇലക്ഷൻ മാർക്കും ഒക്കെ ആയിട്ട് പോവുകയാണെന്നാണ് അറിയുന്നത്. ഏതായാലും അതുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിൽ ഏത്ത തരത്തിലാണ് അത് എഫക്ട് ചെയ്യുന്ന തരത്തിൽ. ഏതായാലും രാജ്യം കനത്ത ജാഗ്രതയിലാണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇപ്പോഴുള്ള ഇത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ നാണക്കേട് മറക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് ഒരു വലിയ ക്ഷീണമാണ് അത് സംഭവിച്ചത്. ഈ റിപ്പബ്ലിക് ഡേ കൂടെ നമ്മൾ വമ്പൻ നല്ല രീതിയിൽ ആഘോഷിക്കുക, പിറ്റേ ദിവസം ഈ വ്യാപാര കരാർ ഒപ്പുവെക്കുകയും കൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നില്ല, അതിന്റെ സൈനിക നേതൃത്വത്തിന് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.